വന്നിരിക്കുന്ന എല്ലാവർക്കും സന്യാസശ്രേഷ്ഠമായ ജനങ്ങൾക്ക് ആദ്യം നമസ്കാരം. ഭഗവാൻ നമ്മളിൽ തന്നെ ഉള്ളതാണ്. ഈശ്വരൻ തന്നെയാണ് നാം തന്നെയാണ് ഈശ്വരൻ. അതിന് ഭാവഭേദം കാണുന്നത് നമ്മളാണ്. ഈശ്വരനിൽ ലയിക്കുക എന്ന് പറയുന്നത് സന്യാസശ്രേഷ്ഠന്മാരായ ഭക്തജനങ്ങൾ ഗുരുജനങ്ങൾ എല്ലാവരും ആ രീതിയിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. പഞ്ചാക്ഷരം എന്ന് പറയുന്നത് നമഃശിവായ എന്ന് പറയുന്ന അഞ്ചക്ഷരം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മഹാമന്ത്രങ്ങളിൽ ഒന്നാണ് പഞ്ചാക്ഷരം. അത് ഉച്ചരിക്കുന്നവർക്ക് എപ്പോഴും മേൽഗതിയും സദ്ഗതിയും എല്ലാം ഉണ്ടാവുമെന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല. ശിവരൂപം, അതായത് അത് പറയുന്നത് കോവലും കുളങ്ങളും കുമ്പിലും കുലാമരയും കോവിലും മനത്തുള്ളേ കുളങ്ങളും മനത്തുള്ളേ ആവതും അഴിവതും ഇല്ല. കാരണം ഒന്നും ഇവിടെ ആവുന്നുമില്ല, അഴിയുന്നുമില്ല, എല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. സൃഷ്ടിക്കുന്ന എല്ലാം നശീകരിക്കുന്നുള്ളത് സത്യമായ കാര്യമാണ്. ഭഗവാനെ നമ്മൾ കൈകൂക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവികമായ ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈശ്വരനിലോട്ട് കിടക്കുന്നത്. അതുവരെ നമ്മൾ ഈശ്വര ക്ഷേത്ര ദർശനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതാണ്. ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഒരു ഭക്തിനിർഭരമായ ഒരു കാര്യമാണ്. പക്ഷെ യഥാർത്ഥത്തില് നമ്മളെ അറിയണമെങ്കിൽ നാം ഞാനെന്ന ഭാവം മാറി താനായി മാറണം. അപ്പോഴേ അത് എളുപ്പമെന്ന് നമുക്ക് വന്നു ചേരുന്ന കാര്യമല്ല. നമ്മള് എപ്പോഴും മാനാഭിമാനം നോക്കുന്ന ആൾക്കാരാണ്. അടുത്തവർക്ക് വേണ്ടിയാണ് മാനാഭിമാനം നോക്കുന്നത്. നമുക്ക് വേണ്ടി ഒന്നും മാനാഭിമാനം നോക്കാറില്ല. അടുത്തവരെന്ത് പറയും, അവൻ കേട്ടാൽ എന്ത് പറയും, ഇവൻ കേട്ടാൽ എന്ത് പറയും, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മൾ മാനാഭിമാനം, ഈ സന്യാസശ്രേഷ്ഠന്മാരെന്നെല്ലാം പറയുന്നത് മാനാഭിമാനമെല്ലാം വെടിഞ്ഞവരാണ്. ആ നിലയിലെത്തിയാലേ ഒരു സന്യാസം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മാനാഭിമാനം കൊണ്ട് നടന്നാൽ ഒരിക്കലും ഒരു സന്യാസി ആവുന്നില്ല. മാനാഭിമാനം വെടിഞ്ഞാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാവുന്നതാണ്. ആ ജ്ഞാനത്തിൽ കൂടിയേ നമുക്ക് മോക്ഷമുക്തിയൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശ്വരൻ ലയിക്കണം. ഈശ്വരൻ തന്നെയാണ് സർവ്വം. ഇവിടെ വേറെ ഒന്നുമേ ഇല്ല. നാമെല്ലാം വന്നു പോകുന്നവരാണ്. നമ്മുടെ സ്ഥിരതയുള്ളതൊന്നുമല്ല. നമ്മുടെ പ്രവൃത്തി ഫലമാണ്. ചെയ്യുന്ന പ്രവൃത്തി ഫലം ഭൂമി സത്യമായിട്ടുള്ളതാണ്. ഇവിടെ നാം എന്ത് ചെയ്താലും അത് റിപ്പീറ്റ് ആവും. ഒരു നന്മയാണെങ്കിൽ നന്മയായിട്ട് വരും, തിന്മയാണെങ്കിൽ തിന്മയായിട്ട് വരും. അത് വളരെ സത്യമുള്ള കാര്യമാണ്. വേല ചെയ്താൽ കൂലി കിട്ടും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് ഫലമുണ്ട്. ആ ഫലം നന്മയായിട്ടിരിക്കണം, നല്ലതായിരിക്കണം, നേരെയുള്ള ചിന്താഗതി ഉണ്ടായിരിക്കണം. അത് മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായിട്ട് ഉള്ള കാര്യമായിട്ട് മനുഷ്യന് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യജന്മം തന്നെ പുണ്യജന്മമാണ്. ആ ജന്മം ഭഗവാൻ എത്രയോ ജന്മം കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ ജന്മം കഴിയുന്നത്. ജന്മങ്ങൾ പല കഴിഞ്ഞാൽ കർമ്മത്തിന് പരമനാരായണൻ. ജന്മവും കർമ്മവും ഒന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പാപവും പുണ്യവും തോന്നും. അതിൽ പാപത്തിനെ മാറ്റിയിട്ട് പുണ്യം ചെയ്ത് പരിശീലിക്കണം എന്നുള്ളതാണ് എഴുതായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും ഗോപാൽജി അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി ആജീവനാന്ത പരിശ്രമം നടത്തുന്ന ആൾക്കാരാണ്. അവരെയെല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ ഓരോ കാഴ്ചകളും ഓരോ വൈഭവങ്ങളും കൊണ്ട് വച്ചു തരുന്നത് അതിന് ശ്രേഷ്ഠമായ ഒരാൾ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ശ്രേഷ്ഠത ഉള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരിക്കാനുള്ള അവസരം തന്നതിന് ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും അന്യാശ്രേഷ്ഠമായ എല്ലാവർക്കും നമസ്കാരം.